കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ഗാഥേനെ ഇന്ത്യ വരത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് പിങ്കി ചില തന്ത്രങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ എന്ത് വന്നാലും ഗാഥേനെ ഒരു കാരണവശാലും ഇന്ത്യ വരത്തിൽ നിന്ന് പറഞ്ഞു വിടില്ല. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം തന്നെ നന്ദ എടുക്കുകയാണ്. അപ്പം ഗാഥയ്ക്ക് വേണ്ടിയിട്ട് നന്ദ ഫൈറ്റ് ചെയ്യണം. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ലക്ഷ്മി അമ്മയുടെ മനസ്സ് മാറ്റാൻ തക്ക കാരണങ്ങളൊക്കെ പിങ്കി സ്വയം ക്രിയേറ്റ് ചെയ്യുവാണ്. അത് ലക്ഷ്മി അമ്മേനെ കയ്യിലെടുത്തിട്ട് കാര്യമുള്ളൂ. എന്നാൽ മാത്രമേ ഗാഥേനെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു എങ്ങനെയും ഗാഥേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. അപ്പോൾ വാവച്ചൻ വന്നിട്ട് അത് പറയുന്നുണ്ട്. ഹേമന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരും. അവൻ വരുമ്പം മുറച്ചിറക്കനല്ലേ, അവൻ്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറയാം. ജഗന്നാഥനെയും മോഹിനിയെയും പിങ്കി കയ്യിലെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യവരത്തിലെ സ്വത്തുക്കള് പുറത്തുനിന്ന് ഒരാൾ അനുഭവിക്കുന്നത് ശരിയാണോ വല്യച്ച? ഒരു കാരണവശാലും ശരിയല്ല. നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാ, അത് വേറൊരു പെണ്ണൊന്ന് അനുഭവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗാഥേനെ ഇവിടുന്ന് പറഞ്ഞു കൊണ്ടെന്ന് പറയാം. അവർക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് പിങ്കി നേരെ പോയത് ലക്ഷ്മിയമ്മയുടെ അരികിലേക്കാണ്. ലക്ഷ്മിയമ്മ ഈ സമയത്ത് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ലക്ഷ്മിയമ്മ എടുത്തിട്ട് പറഞ്ഞു, അല്ല ലക്ഷ്മിയമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഹേമന്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുക. അല്ല വന്നായിരുന്നു. അല്ല പിങ്കി എങ്ങനെ അറിഞ്ഞേ? എന്നോട് ഇതിവിടെ ആരും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് വാവച്ചൻ പറഞ്ഞ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞെന്ന് പറയണം. അല്ല അവൻ എന്തിനാ വന്നേ? എന്തോ അറിയില്ല, ഗാഥേനെ കാണാൻ മറ്റാണ് വന്നത്. ഗാഥ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നീട് വരാമെന്നും പറഞ്ഞ പോയത്. അവന് മുറച്ചെറുക്കനാന്നാ പറഞ്ഞെന്ന് പറയണം. ലക്ഷ്മിയമ്മയുടെ ഉള്ളിലൊന്നും ഇരിക്കില്ലല്ലോ. ലക്ഷ്മിയമ്മ ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പിങ്കി പറഞ്ഞു, അത് നല്ല കാര്യമാണല്ലോ. അവൻ മുറച്ചെറുക്കനാണെങ്കിൽ ഗാഥനെ അവൻ കല്യാണം കഴിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഗാഥനെ കല്യാണം കഴിച്ച് അവൻ കൊണ്ടുപോയില്ലേ? പിന്നെ എന്തിനാ ലക്ഷ്മിയമ്മ അവൾ ഇവിടെ നിർത്തുന്നതെന്ന് ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം അങ്ങ് നടത്തിക്കൂടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊക്കെ ആലോചിക്കാവുന്നുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ ഗാഥയോടോ നന്ദയോടോ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ നേരെ ഗാഥയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ഗാഥ ചെല്ലുമ്പോൾ എന്താ അമ്മേ എന്താന്ന് ചോദിക്കാം. അമ്മയ്ക്ക് എന്നോട് എന്തോ ചോദിക്കാണ്ടിരുന്നേ? ഒന്നുമില്ല. ഇന്ന് ഞാൻ വന്നപ്പോൾ ആ ഹേമന്തിനെ കുറിച്ച് ഞാൻ മോളോട് പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ അയാളിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതലൊന്നും ചോദിച്ചില്ല. അല്ല അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയുണ്ട്? അവൻ കൊള്ളാവുന്ന പയ്യനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവനുമായിട്ട് മോളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുമെന്ന് അവൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗാഥ പറഞ്ഞു, അത് ശരിയാകത്തില്ലമ്മേന്ന് പറയണം. അതും നമ്മൾ അങ്ങനെ പറഞ്ഞേ, അത് ശരിയാകത്തില്ല. കാരണം എനിക്ക് അവനെ ഇഷ്ടമില്ല. അല്ല ഇഷ്ടപ്പെടാതിരിക്കാൻ പറഞ്ഞ കാരണം എന്നാന്ന് ചോദിക്കുവാണ്. ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം നന്ദ ഗാഥയുടെ മുഖം ശ്രദ്ധിച്ചു. പെട്ടെന്ന് പറഞ്ഞു, അതെ ഗാഥയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഗാഥ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതെന്താ അങ്ങനെ ഒരു കാര്യം? വേറൊന്നുമല്ല, അവന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അവന്റെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പറയാണ്. സ്വഭാവം ശരിയല്ല, ഇതൊക്കെ ആരാ പറഞ്ഞേ? ഗാഥയ്ക്ക് ഇഷ്ടമില്ല അവന് ഒരു കള്ളുകൂടിയൻ മാത്രമല്ല, അവന്റെ സ്വഭാവം അത്ര ശരിയല്ല. അവനില്ലാത്ത കൂട്ടുകെട്ടുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഗാഥയ്ക്ക് അവന് ഇഷ്ടമില്ലാത്ത, അവനെ വിവാഹം കഴിക്കാനും താല്പര്യമില്ല. പക്ഷെ അവന് ഗാഥയുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര വട്ടം പറഞ്ഞറിയാവോ? പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ അവനെ കണ്ടിട്ട് എനിക്ക് അത്ര ചീത്ത കുട്ടിയാന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് നല്ല മാന്യെ പോലെ ആയിരുന്നു സംസാരം എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഇതിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവന് നല്ലതാണോ ചീത്തയാണെന്നും പറയാൻ പറ്റില്ല ലക്ഷ്മി അമ്മേ. അവരുടെ സ്വഭാവം ശരിക്കും അടുത്തറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയണം. ലക്ഷ്മി അമ്മ പറഞ്ഞു, ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരുത്തൻ്റെ കൂടെ ഗാഥമോളെ പറഞ്ഞു വരണ്ട, അതൊന്നും ശരിയാവുന്ന കാര്യമല്ലെന്ന് പറയാണ്. അപ്പോഴാണ് നന്ദയ്ക്കും ഗാഥയ്ക്കും ശരിക്കും ഒരു സമാധാനം വന്നേ. പക്ഷേങ്കിൽ പിന്നീട് ഇതിനെക്കുറിച്ച് ലക്ഷ്മി അമ്മയോട് വന്ന് പിങ്കി ചോദിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു? ഹേമന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞതെന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഗാഥയ്ക്ക് ഹേമന്ത് എന്നുള്ള പേര് കേൾക്കുന്നതന്നെ അലർജി എന്ന് പറയണേ. അതെന്താ ലക്ഷ്മി അമ്മ അങ്ങനെ പറഞ്ഞേ? അവന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്നാ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞ് പിങ്കി പറഞ്ഞു, ഒരു പക്ഷേ ഇത് ഗാഥയുടെ അടവായിരിക്കും ഈ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്ന ഹേമന്ത് നല്ലവനാന്ന് തോന്നേ. ഒരു പക്ഷെ നന്ദയും ഗാഥയും ചേർന്നുള്ള അടവാണെങ്കിലോ അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. ഇത്ര സുഖ സൗകര്യം കിട്ടിക്കഴിയുമ്പം ഏത് പെണ്ണിനെ പോകാൻ തോന്നേ, അതുകൊണ്ടാന്ന് തോന്നേ. ഒരു കാര്യം ചെയ്യാം, ലക്ഷ്മി അമ്മ ശരിക്കും ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് മതി. ഹേമന്ത് നല്ലവനാണോ ചീത്തയാണോ നമുക്കറിയാലോ. ഒരു പക്ഷെ അവളുടെ പോവാതിരിക്കാനുള്ള അടവാണെങ്കിൽ നമുക്കറിയില്ലോ എന്ന് പറയാണ്. അങ്ങനെ പിങ്കി എന്ത് ചെയ്യുകയാണ്? ലക്ഷ്മി അമ്മയുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി അങ്ങോട്ട് വിടുവാണ്. ലക്ഷ്മി അമ്മ ആലോചിക്കോ, ശരിയാണോ പിങ്കി പറയുന്നതാണോ സത്യം, അതോ ഇപ്പം നന്ദ പറയുന്നതാണോ എന്ന് അറിയില്ലോ. പിന്നീട്
ഗൗതമിനോട് ലക്ഷ്മി അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹേമന്ത് വന്നതിനെ കുറിച്ചും മുറച്ചെറുക്കനാന്ന് പറഞ്ഞും ഗാഥനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, അതൊരു നല്ല കാര്യമാണല്ലോ അമ്മേ. അങ്ങനെ അവന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൻ കല്യാണം കഴിക്കട്ടെ, ഗാഥയ്ക്ക് ഒരു കൂട്ടാവുമല്ലോ എന്ന് പറയാണ്. എത്ര നാളെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ലക്ഷ്മിയും പറഞ്ഞു, പക്ഷേ നന്ദമോൾക്കും ഗാഥയ്ക്ക് അത്ര താല്പര്യമില്ല. നന്ദ പറയുന്ന അവന്റെ സ്വഭാവം ശരിയല്ലെന്നാ, അത് ഗാഥ പറഞ്ഞതാണ് പോലും. ഇത് കേട്ട് കഴിഞ്ഞ് ഗൗതം പറഞ്ഞു, അതൊക്കെ എങ്ങനെയാ നന്ദയ്ക്ക് അറിയാവുന്നേ? ഗാഥ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഗാഥയ്ക്ക് അവനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയാനും പറഞ്ഞായിരിക്കുമല്ലോ എന്ന് പറയാണ്. പിന്നീട് നന്ദ മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഗൗതം ചോദിച്ചു, അല്ല ആ ഗാഥയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കണം. അല്ല എന്താ ഗൗതം സാർ അങ്ങനെ ചോദിച്ചേ? അല്ല അവളെ എന്നും ഇങ്ങനെ നിർത്താൻ പറ്റുമോ? കോടതിയും കേസൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ആ കേസിന്റെ കാര്യമൊക്കെ കഴിയുമ്പോൾ അവളെ പറഞ്ഞു വിടേന്ന് ചോദിക്കണം. അത് വിടണം, പക്ഷെ അതിനു മുമ്പ് പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ചോദിക്കണം. എന്താ പറഞ്ഞു വിട്ടാൽ അവളുടെ മുറച്ചിറക്കം വന്ന് വിളിച്ചെന്നല്ല പറഞ്ഞേ. അപ്പൊ വിളിക്കുന്ന സമയത്ത് ആ കൂടെ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. പിന്നെന്താ കുഴപ്പം? ഇനി അവന്റെ കൂടെ ആളും അവള് പോയി സാക്ഷിമൊഴി പറഞ്ഞോളൂ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നന്ദ ആകെപ്പാടെ പെട്ടു. നന്ദ പറഞ്ഞു, അത് ശരിയല്ലെന്ന് തോന്നേ. കാരണം ഗാഥ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നേ അവന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്നാ തോന്നേ. അത്ര നല്ല അഭിപ്രായമല്ല ഹേമന്തിനെ കുറിച്ച് ഗാഥയ്ക്കുള്ളതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, നന്ദ നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ? നീ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോണ്ട. അവക്ക് തുണയായിട്ട് അവൻ വന്നല്ലോ, ഒന്നും അല്ലേലും അവളെ പോറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ അതിനകത്ത് ഇടപെടാൻ പോന്നേ? അവൾക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ ആ നല്ല കാര്യമല്ലേ? അല്ലാതെ എല്ലാ കാലം ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പം അമ്മ എന്നോട് പറഞ്ഞ കണക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന വേണേൽ നമുക്ക് സഹായിക്കാം. അവളുടെ കല്യാണമായി കഴിയുമ്പം ഹേമന്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് വേണേൽ കൊടുക്കാം. ഞാൻ സഹായിക്കാം. ഇനിയിപ്പോൾ ഇന്ത്യവരത്തിന് നമ്മളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സാലറി ഉണ്ടല്ലോ, അതിനകത്തൊന്ന് ഞാൻ സഹായിച്ചോളാം എന്ന് പറയാണ്. കേട്ടപ്പം നന്ദയ്ക്ക് പിന്നെ എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഗൗതം സാർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഹേമന്ത് ഒരാളില്ല, അത് വെറും സാങ്കല്പികം മാത്രമാണെന്ന് മുറച്ചെറുക്കനല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു നന്ദ. പിന്നീട് നന്ദ ഗാഥയുടെ അരിയിലേക്ക് ഇരുന്നുണ്ട്. ഗാഥയുടെ അരികെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കിട്ടിയും ഗാഥ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ, ഏട്ടനോട് ഉണ്ടായ സത്യങ്ങളെല്ലാം പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, വേണ്ട, ഇപ്പൊ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും, അതുകൊണ്ട് അത് വേണ്ട. അവൻ വരട്ടെ, ഹേമന്ത് വരട്ടെ, അവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി എന്തെങ്കിലും നമുക്ക് തീരുമാനം എടുക്കാനായിട്ട്. ഒരുപക്ഷെ ഇവിടുന്ന് ഗാഥനെ പുറത്തിറക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ പിങ്കേടി ആയിരിക്കും, അവളായിരിക്കും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടൊരു പണിയും കൂടെ കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ്. പക്ഷെ ഗാഥയുടെ ഉള്ളിൽ നല്ല ടെൻഷനായിരുന്നു. ഈ വീട്ടിലുള്ളവരെല്ലാം തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും തന്റെ അവസ്ഥ? ആ സെക്കൻഡ് തന്നെ പിടിച്ച് പുറത്താക്കുമെന്നറിയാം. അങ്ങനെ ടെൻഷൻ അടിച്ച് ഗാഥ നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, നാളെ ഹേമന്ത് ഗാഥയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇന്ത്യവരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അറിയാം ഹേമന്ത് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. നന്ദ ആ കൂടെ പറഞ്ഞു വിടുവോ ഗാഥനെ? അതോ ഇനിയിപ്പം മഹേശ്വരന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ? നന്ദ ഗാഥേനെ ഹേമന്തിനോട് പറഞ്ഞു വിടാതിരിക്കുന്ന സമയത്ത് മഹേശ്വരൻ ഇനി ബലമായിട്ട് ഗാഥനെ പറഞ്ഞു വിടുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.